ഹലോ ഗൈസ്, ഇത് DSLR ബേസ് ക്യാമറാസ് യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ബാക്കിയുള്ളവരെല്ലാം സ്കിപ്പ് ചെയ്തോ. കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ബേസ് ലെവൽ ക്യാമറ ആണെങ്കിൽ പോലും നിങ്ങൾ ഓട്ടോമാറ്റിക് മോഡ് എന്ന് പറഞ്ഞിട്ടൊരു മോഡുണ്ട് അതിൽ. അത് നിങ്ങൾ എന്തിനാണ് ശരിക്കും യൂസ് ചെയ്യണത്? നിങ്ങൾ ക്യാമറ മേടിക്കണ തന്നെ അതിലുള്ള ഒരു ടെക്നിക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൂ. പിന്നെ എന്തിനാണ് നിങ്ങൾ അതിൽ ഓട്ടോമാറ്റിക് മോഡ് ഇട്ടിട്ട് വെറുതെ സമയം കളയണത്? ഞാൻ കുറേ പേര് കണ്ടിട്ടുണ്ട്, ഇപ്പോൾ സെയിൽ ചെയ്യാൻ വരുന്നവരായാൽ പോലും അതിൻ്റെ മാനുവൽ മോഡ് പോലും പഠിക്കാണ്ടാണ് വന്നിട്ടുള്ളത് അപ്ഡേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ മാനുവലിൽ അതിൻ്റെ ഷട്ടർ ചേഞ്ച് ചെയ്യലും അപ്പർച്ചർ ചേഞ്ച് ചെയ്തിട്ടും അങ്ങനെ ഓരോന്നൊക്കെ ചെയ്തിട്ട് അതിൻ്റെ ഒരു അത്ഭുതം നിങ്ങൾ മനസ്സിലാക്കുക. അതല്ലാണ്ട് ഈ ഫുൾ ഓട്ടോമാറ്റിക് മോഡിൽ ഇട്ടിട്ട് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ കിട്ടുന്ന ഔട്ട് മാത്രം മനസ്സിലാക്കിയിട്ട് ആ ഒരു ക്യാമറേനെ തള്ളിക്കളയരുത്. കുറേ പേര് ഈ ബേസ് ലെവൽ ക്യാമറാസ് വെറുതെ ആവശ്യമില്ലാണ്ട് തള്ളിക്കളയുന്നുണ്ട്. ഈ ഓട്ടോമാറ്റിക് മോഡിലിട്ട് എടുത്തിട്ട് നിങ്ങൾ മാനുവലിൽ എക്സ്പോസ് ചെയ്ത് പഠിക്കും, കിട്ടിൽ തന്നെ ഔട്ട് കിട്ടും. അപ്പോൾ ബേസ് ക്യാമറാസ് യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടത്. അപ്പോൾ നിങ്ങളുടെ ഓട്ടോമാറ്റിക്കലി ഇടുന്ന സുഹൃത്തുക്കൾക്കും ഇത് ഷെയർ ചെയ്ത് കൊടുത്തോട്ടാ.